ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ എംപോറിയോ. മൈസെൽഫ് അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺകുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടുകൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കൺസെപ്റ്റും അതേപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡിംഗ് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ ഒരു പേഴ്സൺ എന്ന് കാണാം, ചിരിച്ചിരിക്കുന്ന മുഖമൊക്കെ വെച്ചുള്ള ഒരാളെന്ന് കാണാം. ഇവിടെയും ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ലുക്കിൽ വേറൊരു പേഴ്സൺ കൂടി നിൽക്കുന്നുണ്ട്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്തു, മിസ്റ്റർ എ സേപ്പോൾ നമുക്ക് ഇയാൾക്ക് ഒരു പേര് കൊടുക്കണമെങ്കിൽ ഇയാൾക്ക് ഒരു നിലവിലൊരു പേര് കൊടുക്കാം, മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. അതാണല്ലോ ഏറ്റവും എളുപ്പമുള്ള പേര് അല്ലെ, മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. അപ്പൊ മിസ്റ്റർ എ എന്ത് ചെയ്തു, മിസ്റ്റർ ബിക്ക് എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു അല്ലെ. അപ്പൊ അറ്റ് പ്രസന്റ് ഇയാളുടെ പേര് എന്തായിരിക്കും? അറ്റ് പ്രസന്റ് ഇയാളുടെ പേര് മിസ്റ്റർ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, സെല്ലർ ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മിസ്റ്റർ ബി ഇവിടെ ആരാണ്, ബയർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആരാണ് മിസ്റ്റർ എ, ആരാണ് സെല്ലറും, മിസ്റ്റർ ബി ആരാണ് ഇവിടെ ബയറും ആണ് അല്ലെ. അപ്പൊ സെല്ലർ സെയിൽ ചെയ്യുന്ന ഒരു ടൈമിൽ, അതായത് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഇവിടെ എങ്ങനെയാണ് സെയിൽ നടന്നിട്ടുള്ളത്, ക്രെഡിറ്റിനാണ് സെയിൽ നടന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ സെല്ലർ ശരിക്കും പറഞ്ഞാൽ ആരുടെ റോളാണ് വഹിക്കുന്നത്, ഒരു ക്രെഡിറ്ററുടെ റോളാണ്. ആരുടെ ക്രെഡിറ്റർ, മിസ്റ്റർ ബിയുടെ ക്രെഡിറ്റർ അല്ലെ. മിസ്റ്റർ ബിയെ സംബന്ധിച്ച് മിസ്റ്റർ എ ആരാണ്, ക്രെഡിറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. അതായത് മിസ്റ്റർ ബി ആർക്ക് ക്യാഷ് കൊടുക്കണം, മിസ്റ്റർ എക്ക് കൊടുക്കണം അല്ലെ. മിസ്റ്റർ എയുടെ ആസ്പെക്ട് ചിന്തിക്കുമ്പോൾ മിസ്റ്റർ എ എന്ന് മിസ്റ്റർ ബിയുടെ ആസ്പെക്ട് ചിന്തിക്കുന്ന സമയത്ത് മിസ്റ്റർ എ ഈസ് ക്രെഡിറ്റർ ഓഫ് മിസ്റ്റർ ബി, റൈറ്റ്. ഇനി മിസ്റ്റർ ബി ആരായിരിക്കും ഇവിടെ, ഡെപ്റ്റർ ആയിരിക്കും. മിസ്റ്റർ ബി ആരാണ് ഇവിടെ, ഡെപ്റ്റർ ആണ്. ആര് ഡെപ്റ്റർ, മിസ്റ്റർ എയുടെ ഡെപ്റ്റർ. കാരണം മിസ്റ്റർ എക്ക് പൈസ ആര് തരാനുണ്ട്, പൈസ ആര് കൊടുക്കാനുണ്ട്, മിസ്റ്റർ ബി കൊടുക്കാനുണ്ട്. അപ്പം മിസ്റ്റർ എ സ്വന്തം ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനാണെങ്കിൽ മിസ്റ്റർ ബി അവിടെ ആരായിരിക്കും, ഡെപ്റ്റർ ആയിരിക്കും എന്ന് കൂടി പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് ക്രെഡിറ്റിനാണ് നടന്നിട്ടുള്ളത്. 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ കടത്തിന് വിൽക്കാം എന്ന് തീരുമാനിച്ചു. കടത്തിന് വിൽക്കുന്ന സമയത്ത് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു, ഇത്ര ദിവസങ്ങൾക്ക് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പേയ്മെന്റ് തരുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അതായത് സെയിൽ നടന്നിരിക്കുന്നത് 1/1/2023 ഈ സെയിൽ നടന്നിരിക്കുന്നത്. അപ്പൊ ആ സമയം പറഞ്ഞിരുന്നു കൃത്യം ഒരു 4 മാസം, 4 മന്ത്സിന്റെ എന്ത് വേണം, ക്രെഡിറ്റ് പീരീഡ് വേണം. എന്ത് വേണം, ക്രെഡിറ്റ് പീരീഡ് വേണം. അതായത് 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പേയ്മെന്റ് നിങ്ങൾക്ക് തിരിച്ചു തരുള്ളൂ അല്ലെ. അപ്പം 4 മാസം കഴിയുക എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതി നടന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനുവരി ഒരു മാസമായി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലെ. ഏപ്രിൽ ആകുമ്പോഴത്തേക്കും 4 മാസം കംപ്ലീറ്റ് ആയി, അതായത് ഏപ്രിൽ ഫുള്ള് അല്ലെ. അപ്പം ഈ പേയ്മെന്റ് എന്നാ വരിക, ഏപ്രിൽ ഫുള്ള് കഴിഞ്ഞാൽ മെയ് 1-ന് അല്ലെ. അതായത് 1/5/2023 ഈ പേയ്മെന്റ് കൊടുക്കണം. ബട്ട് ആസ് പെർ ഇവിടെ ഒരു ബില്ലൊക്കെ ഡ്രോ ചെയ്യാതെ വേറൊരു കൺസെപ്റ്റിലേക്ക് പോകും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൺസെപ്റ്റിലേക്ക് കൂടി പോകും. അപ്പൊ അവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ ഒരു 3 ഡേയ്സ് ഗ്രേസ് പീരീഡ് കൂടി വരും. അതായത് 1/5/2023 എന്നുള്ളത് മാറി 4/5/2023 എന്ത് ചെയ്താൽ മതി, ഈ പൈസ ആർക്ക് കൊടുത്താൽ മതി, മിസ്റ്റർ ബി ആർക്ക് കൊടുത്താൽ മതി, മിസ്റ്റർ എക്ക് കൊടുത്താൽ മതി. എന്നാൽ ഒരു അർജന്റ് റിക്വയർമെന്റ് ആർക്ക് വരുന്നു, മിസ്റ്റർ എക്ക് വരുന്നു. മിസ്റ്റർ എക്ക് 1/3 എന്ത് ചെയ്യണം, ക്യാഷ് കിട്ടണം. 1/3 കിട്ടണം. എന്നാണ് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത്, 4/5 കൊടുക്കേണ്ട ക്യാഷാ. പക്ഷെ അത്യാവശ്യമായിട്ട് ഇയാൾക്ക് 1/3 ഈ പറയുക എന്തൊരു എമർജൻസി വന്നപ്പം മിസ്റ്റർ എ ആരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു, മിസ്റ്റർ ബി അടുത്ത് ഓടി ചെന്നിട്ട് പറയാണ്, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന 1,00,000 രൂപ ഇന്ന് കിട്ടണം, അത്യാവശ്യം ഉണ്ടായിരുന്നു. നോർമലി ബി എന്തായിരിക്കും പറയുന്നത്, മിസ്റ്റർ ബി എന്തായിരിക്കും പറയാം, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, 5-ാം മാസമാണ് തരാം എന്ന് പറഞ്ഞത്, അന്ന് വന്നോളൂ, കൃത്യമായിട്ട് പേയ്മെന്റ് തരാം. ഇതല്ലാതെ വേറെ ഒരു വർത്താനവും ആര് പറയില്ല, നമ്മളുടെ മിസ്റ്റർ ബി എന്ത് ചെയ്യില്ല, പറയാൻ വേണ്ടി പോകുന്നില്ല. ബട്ട് ഈ ഒരു അർജന്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ പൈസ എത്രയും പെട്ടെന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി മിസ്റ്റർ എ അവിടെ ഇയാൾക്കൊരു പ്രപ്പോസൽ, ഡിസ്കൗണ്ട് കൊടുക്കും. മിസ്റ്റർ എ എന്ത് കൊടുക്കണം, അവിടെ ഒരു ഒരു പ്രപ്പോസൽ കൊടുക്കുക. അതായത് നിങ്ങൾ ഇപ്പൊ എനിക്ക് തരേണ്ടത് എത്രയാ, 1 lakh ആണ് നിങ്ങൾ തരേണ്ടത്. നിങ്ങൾ തരേണ്ട എമൗണ്ട് 1 lakh. എന്നാൽ അറ്റ് ദിസ് ടൈം, ഈ ഒരു ടൈമിൽ, ഈ ടൈമിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് നടത്തുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തന്നാ മതി, ഒരു 90,000 തന്നാ മതി. എത്ര തന്നാ മതി, 90,000. അപ്പൊ മിസ്റ്റർ ബി അറിയില്ല, അത് കൊള്ളാലോ, 5 മാസം കഴിഞ്ഞിട്ട് 1,00,000 രൂപ കൊടുക്കണം. ഇപ്പൊ ഇയാൾക്ക് ഉള്ളതൊക്കെ ഇവിടെ നുള്ളിപ്പെറുക്കി കൊടുത്താൽ എത്ര കൊടുത്താൽ മതി, 90,000 കൊടുത്താൽ മതി. 10,000 എന്താ പോക്കറ്റിലിരിക്കും. എത്ര രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ട് ശരിക്കും, 1,00,000 സാധനം വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ എത്ര കൊടുത്താൽ മതി, 90,000 കൊടുത്താൽ മതി. 10,000 ആരുടെ പോക്കറ്റിലാ,
നമ്മളുടെ മിസ്റ്റർ ബിയുടെ പോക്കറ്റിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മിസ്റ്റർ എ സംബന്ധിച്ചോളം മിസ്റ്റർ എക്ക് ഇത് എന്താണ് ഡിസ്കൗണ്ട് അലൗ ചെയ്തിരിക്കുകയാണ് അല്ലെ. അതായത് മിസ്റ്റർ എ ഇവിടെ ആരാണ്? സെല്ലറാണ്. ഒരു സെല്ലർക്ക് എപ്പോഴും എന്തായിരിക്കും? ഡിസ്കൗണ്ട് അലൗഡ് ആയിരിക്കും. എന്നാൽ അതേസമയം നമ്മളുടെ ബയറെ സംബന്ധിച്ചിടത്തോളം ഒരു ബയർക്ക് അത് എപ്പോഴും എന്തായിരിക്കും? ഡിസ്കൗണ്ട് റിസീവ് ആയിരിക്കും അല്ലെ. 90,000 രൂപ 10,000 രൂപ ഡിസ്കൗണ്ട് ആണ് ആർക്ക് ഇവിടെ കിട്ടിയത്? മിസ്റ്റർ ബിക്ക് കിട്ടിയത്. ബയർ ആയിട്ടുള്ള മിസ്റ്റർ ബി, അതായത് ഡെപ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ ബിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 10,000 രൂപയുടെ ഡിസ്കൗണ്ട് അലൗ ആണ് ആര് ചെയ്തിരിക്കുന്നത്? സെല്ലർ ആയിട്ടുള്ള മിസ്റ്റർ എ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റർ ആയിട്ടുള്ള മിസ്റ്റർ എ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് അലൗ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എന്താണ്? നമുക്കതൊരു ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഡിസ്കൗണ്ട് അലൗ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തായാലും നമുക്ക് എക്സ്പെൻസ് ആണ്. കാരണം 1,00,000 കിട്ടാനുണ്ടായിരുന്ന സ്ഥലത്ത് നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 90,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 10,000 നമുക്ക് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് ചെലവാണ് അല്ലെ. നമ്മളത് വേണ്ടാന്ന് വെച്ചു അല്ലെ. കാരണം നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. അതേസമയം ബയ്യർക്ക് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്ന ഒരാൾക്ക് അത് എപ്പോഴും എന്താണ്? അതൊരു എക്സ്ട്രാ വരുമാനം. കാരണം എന്താ? 90,000 കൊടുക്കാനുണ്ടായിരുന്നു അല്ലെ. 90,000 കൊടുക്കാനുള്ള സ്ഥലത്ത് 1 lakh കൊടുക്കാനുള്ള സ്ഥലത്ത് എത്രയേ കൊടുത്തിട്ടുള്ളൂ? 90,000 കൊടുത്തിട്ടുള്ളൂ. 90,000 കൊടുത്തിട്ടുള്ളൂ അല്ലെ. അതായത് ബാക്കി 10,000 പോക്കറ്റ് കിടക്ക് ആരുടെ? ഡെപ്റ്ററുടെ പോക്കറ്റിൽ, അതായത് ആരുടെ? ബയ്യറുടെ പോക്കറ്റിൽ കിടക്കുക. 1,00,000 കൊടുക്കേണ്ടതായിരുന്നു, എത്ര കൊടുത്തിട്ടുള്ളൂ? 90,000 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആകുന്ന എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. വിച്ച് മീൻസ് ഡിസ്കൗണ്ട് അലൗ ചെയ്തോ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ് ചെയ്തോ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുന്നു. മനസ്സിലാക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ആർക്കാണ് വരിക? അത് മനസ്സിലാക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ആർക്കാ വരിക? സെല്ലർ, ക്രെഡിറ്റർ. ഓക്കെ, സെല്ലർ, ക്രെഡിറ്റർ ഏത് പേരിൽ വേണമെങ്കിലും വരാം. അതാണ് ഇങ്ങനെ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ട്. ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് ആർക്കാണ്? ബയർ ഓർ ഡെപ്റ്റർ. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, പാർട്ടീസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ ഇതിന്റെ ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. Solution number 1, cash discount allowed. Creditors, cash discount allowed. മനസ്സിലല്ലേ? ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്തു. ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്ന ആളാരാ? ക്രെഡിറ്റർ ആണ്. അപ്പൊ ക്രെഡിറ്ററുടെ പണി അവിടെ എന്തായിരിക്കും? ഇയാളുടെ റോൾ എന്താ? സെയിലാണ് അല്ലെ. അപ്പൊ ഇയാൾ ശരിക്കും പറഞ്ഞാൽ എന്താ? സെയിൽസ് ആണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക. ഈ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. കാരണം ഇതിൽ ഒരു ഇല്ലുസ്ട്രേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 ആസ്പെക്ടിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് വിൽക്കുന്ന സമയത്തും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നോക്കുക. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ വൈ 1 lakh on 1/1/2017 on credit, amount to be paid after 3 months. അല്ലെ. അതായത് 1,00,000 രൂപയുടെ സാധനം വിറ്റു, ക്രെഡിറ്റിനാണ് വിറ്റത്. 3 മാസത്തിന് ശേഷമാണ് തിരിച്ചു തരേണ്ടത് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പം വിറ്റ ഡേറ്റ് നമ്മൾ 1/1 നമ്മൾ ഇവിടെ കാണിച്ചു അല്ലെ. 1/1/2017 നമ്മൾ ഡേറ്റ് കാണിച്ചു. നമ്മൾ സെയിൽ നടത്തുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും എൻട്രി കാണിക്കുക? ഒന്ന് നമ്മളുടെ സെയിൽസ് അക്കൗണ്ട് ആണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ആണ്. ഇൻകം എന്താ? ഇൻക്രീസ് ആയി. ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്തു? ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വിറ്റത് ആർക്കാണ്? മിസ്റ്റർ വൈ അല്ലെ. മിസ്റ്റർ വൈക്കാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തിട്ടുള്ളതെന്നും പറഞ്ഞു. അപ്പം എങ്ങനെയായിരിക്കും വരിക എൻട്രി? മിസ്റ്റർ വൈ അല്ലെ. മിസ്റ്റർ വൈ നമ്മളുടെ എന്താണ്? അസറ്റ് ആണ്. കാരണം അയാൾ നമുക്ക് ക്യാഷ് തരണം അല്ലെ. അസറ്റ് ഇൻക്രീസ് ആയി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? വിറ്റ ഡേറ്റിൽ നമ്മൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? മിസ്റ്റർ വൈ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? സെയിൽസ്. അയാൾ എത്ര രൂപ തരാനുണ്ട്? 1 lakh rupees തരാനുണ്ട്. കാരണം അവിടെ നോക്കുക, ഇവിടെ എന്ത് സംഭവിച്ചില്ല? ട്രേഡ് ഡിസ്കൗണ്ട് നടത്തില്ല. വിൽക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടും കൊടുത്തിട്ടില്ല. കൊടുക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് കൊടുത്തതിന് ശേഷം പിന്നെയും ക്യാഷ് ഡിസ്കൗണ്ടും കൊടുക്കാം, നോ പ്രോബ്ലം. ബട്ട് ഇവിടെ എന്ത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞത്. ഇവിടെ വിൽക്കുന്ന സമയത്ത് എന്തോ കൊടുത്തിട്ടില്ല, ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ 1,00,000 രൂപ ഇനി ആരാ തരാനുണ്ട്? മിസ്റ്റർ വൈ നമുക്ക് തരാനുണ്ട്. മിസ്റ്റർ വൈ നമുക്ക് 1,00,000 രൂപ തരാനുണ്ട്. ഓക്കെ, ഇത് നോക്കുക. ഓൺ 1st February 3 മാസം കഴിഞ്ഞിട്ട് തരേണ്ട സാധനമാണ്. പക്ഷെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസം ആയതുകൊണ്ട് ഓൺ 1st February 2017 ഫുൾ സെറ്റിൽമെന്റ് വാസ് മെയ്ഡ് വിത്ത് വൈ. വൈ എന്ത് ചെയ്തു? ഫുൾ ആയിട്ട് സെറ്റിൽ ചെയ്തു. വൈ ഹാസ് സെറ്റിൽഡ് ദ ഫുൾ എമൗണ്ട്. വാസ് മെയ്ഡ് വിത്ത് വൈ. ഫുൾ സെറ്റിൽമെന്റ് വാസ് മെയ്ഡ് വിത്ത് വൈ എന്നാ പറയുന്നത്. എത്ര?
95,000. അപ്പൊ Y എത്രയാണ് തരാനുണ്ടായിരുന്നത്? 1,00,000 തരാനുണ്ടായിരുന്നു, 1 lakh തരാനുണ്ടായിരുന്നു. എന്നാൽ എത്ര തന്നു? 95,000 അയാൾ എന്ത് ചെയ്തിട്ടുള്ളൂ? തന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ബാക്കി 5,000, ബാലൻസ് വരുന്ന 5,000 അതിനി ഇയാൾ നമുക്ക് തരാനുണ്ടോ? ഇയാൾ ഇനി നമുക്ക് തരുമോ? ഇല്ല. കാരണം എന്താ? ഫുൾ സെറ്റിൽമെന്റ് ആയിരുന്നു. ഇനി ഒന്നും തരണ്ട എന്ന് നമ്മൾ തന്നെ അയാളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അയാളൊന്നും തരില്ല. അപ്പൊ ഈ 5,000 എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? നമ്മളുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കൂടിയും പറയാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ക്യാഷ് കിട്ടി അല്ലെ. അപ്പൊ ഒരു അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. അസറ്റ് എന്താ? ഇൻക്രീസ് ആയി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലെ. മിസ്റ്റർ വൈ നമുക്ക് എന്ത് തരാനുണ്ടായിരുന്നു? മിസ്റ്റർ വൈ നമ്മളുടെ ഒരു അസറ്റ് ആയിരുന്നു, ഡെപ്റ്റർ ആയിരുന്നു. അയാൾ നമുക്ക് ക്യാഷ് തരാനുണ്ടായിരുന്നു. തന്നു കഴിഞ്ഞല്ലോ. അപ്പൊ തന്നു കഴിഞ്ഞാൽ ഡെപ്റ്റർ എന്തായി? കുറഞ്ഞു. അസറ്റ് എന്തായി? കുറഞ്ഞു. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. ചുമ്മാ ഈ എൻട്രി ഒന്ന് എഴുതി നോക്കാം നമുക്ക്. എന്തായിരിക്കും സംഭവിക്കുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലെ ടു മിസ്റ്റർ വൈ അല്ലെ. എമൗണ്ട് എത്ര നമ്മൾ ഇവിടെ എഴുതും? എമൗണ്ട് ഇവിടെ നമ്മൾ എത്ര എഴുതും? കിട്ടിയത് എത്രയാ? 95,000. ഇയാൾ എത്ര തരാൻ ഉണ്ടായിരുന്നു? 1,00,000. അപ്പൊ ഇത് ക്രോസ് മാച്ച് ചെയ്യുന്ന സമയത്ത് ശരിയാവൂ? ഇല്ല. ഇവിടെ 1 lakh വരണം അല്ലെ. മിസ്റ്റർ വൈക്ക് ഇവിടെ എന്താ? 1 lakh അല്ല. അയാളുടെ അക്കൗണ്ട് 1 lakh വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. കാരണം അയാൾ ഇനി തരാനില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അവിടെ 1 lakh വരണമെങ്കിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് കാണിക്കും? നമ്മള് ഡിസ്കൗണ്ട് അക്കൗണ്ട് അല്ലെ. അതായത് ഡിസ്കൗണ്ട് അക്കൗണ്ട് നമ്മൾ കാണിക്കണം. ഏത് ഡിസ്കൗണ്ടാ? ഡിസ്കൗണ്ട് റിസീവ് ആണോ ചെയ്തിട്ടുള്ളത്? ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്? ഏതാ? സെയിൽ ആകുന്ന സമയത്ത് എന്താണ്? സെയിൽ ആകുന്ന സമയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? നോക്കുക, നിങ്ങൾ നോക്കുക. സെയിൽ ആണ്, സെല്ലർ ആണ് അല്ലെ. എന്തായിരിക്കും? ഡിസ്കൗണ്ട് അലൗഡ്. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ ഏത് അക്കൗണ്ട് കാണിക്കുക? ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്തായി? ഇൻക്രീസ് ആയി. എക്സ്പെൻസ് ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കാണിക്കും? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് എത്ര? 5,000. നരേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്താ നരേഷൻ കൊടുക്കുക? റിസീവ്ഡ് ക്യാഷ് അല്ലെ ഫ്രം ആര്? മിസ്റ്റർ വൈ ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് എന്ത്? എമൗണ്ട് കാണിക്കണേ, എമൗണ്ട് കാണിക്കാം. ഓക്കെ. ദിസ് ഇസ് ലിസ്റ്റ് നമ്പർ 1. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി നമ്മൾ ഇതില് രണ്ടാമതൊരു സെറ്റ് കൂടി നോക്കാം. ഓക്കെ. സെക്കൻഡ് സെറ്റ് അലൗഡ് ടു ക്രെഡിറ്റേഴ്സ്. ഓക്കെ. രണ്ടും അലൗഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. ഒന്നിൽ ആദ്യത്തേല് ഞാൻ ഇവിടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തേല് ഞാൻ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേല് ഞാൻ എന്ത് ചെയ്യുന്നില്ല? പേര് മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളൂ കേട്ടോ. എന്താ കാണിക്കുന്നത്? പേര് മെൻഷൻ ചെയ്യാതെ കാണിക്കുന്നത്. ഓക്കെ. ഇവിടെ ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് 2 lakh. ഓക്കെ. എമൗണ്ട് ടു ബി പെയ്ഡ് ആഫ്റ്റർ 4 months. സെയിം എന്തായിരിക്കും നമ്മുടെ ആദ്യത്തെ എൻട്രിയിലും ഈ പറയുന്ന രീതി തന്നെ എന്തായിരിക്കും എൻട്രി വരിക? സെയിൽ ആണ് നടന്നിട്ടുള്ളത് അല്ലെ. ക്യാഷ് ആണ്, അസറ്റ് ആണ്. ഇൻക്രീസ് ആയി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു അല്ലെ. രണ്ടാമത്തേതാണ് സെയിൽസ് ആണ്. സോറി 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 ക്യാഷ് അല്ലല്ലോ. മിസ്റ്റേക്ക് അല്ലേ? ക്യാഷ് അല്ലല്ലോ. എന്താണ്? ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് അല്ലേ. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആണ്. അവിടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായിരിക്കും പേര് വരിക? ഡെപ്റ്റേഴ്സ്. അസറ്റ് ആണ്. ഇൻക്രീസ് ആയി എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. പിന്നെ ഏതാ ഉള്ളത്? സെയിൽസ്. ഇൻകം ആണ്. ഇൻക്രീസ് ചെയ്തു. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ എന്തായിരിക്കും എൻട്രി വരിക? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ്? 2 ലക്ഷമാണ് അല്ലെ. അപ്പൊ 2 lakh. ഓക്കെ. നരേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. നരേഷൻ നിങ്ങൾ എഴുതണം. ഞാനത് എഴുതുന്നില്ല. കാരണം ലെങ്ത് കൂടും, വീഡിയോയുടെ ക്ലാസ്സിൽ ലെങ്ത് കൂടും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. ഇനി full settlement on 1/6/2017 full settlement was made with the debtors and by receiving 1,80,000. അതായത് ഡെപ്റ്റേഴ്സ് 2 ലക്ഷം തരാണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തു? പേയ്മെന്റ് തന്നു. എത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എത്രയാണ് ചെയ്തിട്ടുള്ളത്? 1,80,000 ഫുൾ സെറ്റിൽമെന്റ് ആക്കി. അപ്പം 2 lakh തരാനുണ്ടായിരുന്ന ആൾക്കാര് നമുക്ക് എത്ര തന്നു? 1 lakh ഈച്ച്. എവിടുന്ന വരുന്നത്? 1,80,000 എന്ത് ചെയ്തു? തന്നു. അതായത് എത്ര? 20,000 എന്ത് ചെയ്തു? നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. നമ്മൾ എന്ത് കൊടുത്തു? ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ. നമ്മൾ സെയിൽ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് അലൗ ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഇവിടെ ക്യാഷ് റിസീവ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം?
അസറ്റ് ആണ്, അസറ്റ് ഇൻക്രീസ് ആയി എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഡെപ്റ്റേഴ്സിന് ക്യാഷ് തരാനുണ്ടോ, ഡെപ്റ്റേഴ്സിന് ക്യാഷ് തരാനുണ്ടോ, ഇല്ല. ആ അസറ്റ് എന്തായി കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. ഇനി ക്യാഷ് ഡിസ്കൗണ്ട്, അതായത് എന്താണത്, ഡിസ്കൗണ്ട് അലൗഡ് ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ല, ഡിസ്കൗണ്ട് അലൗഡ് ആണ്, എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ആയി എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. എന്തായിരിക്കും എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് allowed account debit to debtors, amount എത്രയാണ്, ക്യാഷ് കിട്ടി എത്രയാ, 1,80,000, ഡിസ്കൗണ്ട് കൊടുത്ത് എത്രയാ, 20,000, മൊത്തം തരാണ്ടായിരുന്നു എത്രയാ, ഡെപ്റ്റേഴ്സ് 2,00,000. അക്കൗണ്ട് എന്തായി, സെറ്റിൽ ആയി. ക്ലിയർ ആണല്ലോ, ഓക്കെ. നൗ ലാസ്റ്റ് രണ്ട് ട്രാൻസാക്ഷൻസ് കൂടി ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇന്നത്തെ സെഷൻ എന്തായി കംപ്ലീറ്റ് ആയിട്ടോ. ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് മീൻസ് ആരാണ്, ഡെപ്റ്റേഴ്സ് മീൻസ് ബയർ അല്ലെ, ബയർ. അപ്പൊ നമ്മൾ ബയ്യറാ, ഇനി നമ്മൾ ബയ്യറാ. ഓക്കെ, ഇനി നമ്മൾ ആരായിട്ട് നിൽക്കുന്നത്, ബയ്യർ. അതായത് നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, ട്രാൻസാക്ഷൻ നോക്കുക. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ 1/1/2017 1,00,000 ഫ്രം മിസ്റ്റർ എക്സ് ഓൺ ക്രെഡിറ്റ് ഫോർ 3 months. ഗുഡ്സ് പർച്ചേസ് ചെയ്തു അല്ലെ, അപ്പൊ എന്തായിരിക്കും ചെയ്യുക, പർച്ചേസ് അക്കൗണ്ട് അസറ്റ് ആണ്, ഇൻക്രീസ് ആയി എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം, പേയ്മെന്റ് കൊടുക്കണം അല്ലെ, പൈസ കൊടുക്കണം അല്ലെ. അതായത് അയാൾ നമ്മളുടെ ക്രെഡിറ്റർ ആണ് അല്ലെ, അതായത് നമ്മളുടെ ലയബിലിറ്റി ആണ്. ഇൻക്രീസ് ആയി എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. എന്തായിരിക്കും എൻട്രി വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു മിസ്റ്റർ എക്സ്. എത്ര രൂപ കൊടുക്കാനുണ്ട്, 1,00,000. ഓക്കെ, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അയാൾക്ക് ഫുൾ സെറ്റിൽമെന്റ് ആയിട്ട് ഒരു 90,000 രൂപ അങ്ങോട്ട് കൊടുത്തു. എത്ര കൊടുത്തു നമ്മൾ, 90,000 പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് റുപ്പീസ് 1,00,000. 1/1 ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു. 1/2 ആയപ്പം അയാൾക്ക് അത്യാവശ്യം വന്നതുകൊണ്ടാവും അയാൾ ഒന്ന് ചോദിച്ചു, നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ, 1,00,000 തരാണ്ട് 90,000 തന്നാൽ മതി പറഞ്ഞപ്പോ ഓക്കെ റെഡി. ഞാൻ അവിടെ നിന്ന് പൈസ ഒപ്പിച്ചിട്ട് ഞാൻ എന്ത് കൊടുത്തു 90,000. കാരണം എന്താ, 10,000 എന്റെ പോക്കറ്റ് കിടക്കുകയെ, അതൊരു ലാഭമുള്ള കാര്യമാണല്ലോ അല്ലെ. അപ്പം ബിസിനസ്സുകാരാകുമ്പോൾ അങ്ങനെ തന്നെയാ, ലാഭം എവിടെ കിട്ടുമോ അവിടെ നമ്മൾ നോക്കണം എന്തായാലും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് അയാൾക്ക് കൊടുത്തു അല്ലെ. അപ്പൊ നമ്മളുടെ ക്യാഷ് എന്താണ്, അസറ്റ് ആണ്. അസറ്റ് എന്തായി, ഇൻക്രീസ് അല്ല ഡിക്രീസ് ആയി. അസറ്റ് ഡിക്രീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലെ. ഇനി നോക്കുക, മിസ്റ്റർ എക്സ് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു, അതായത് നമ്മുടെ ലയബിലിറ്റി ആയിരുന്നു. ആ ലയബിലിറ്റി ഇനി ഉണ്ടോ, ഇല്ല, ആ ലയബിലിറ്റി എന്തായി, കുറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി നമ്മൾ എത്ര കൊടുക്കാനുണ്ടായിരുന്നു, 1,00,000 ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. എന്നാൽ നമ്മൾ എത്ര കൊടുത്തിട്ടുള്ളത്, 90,000 ആണ് നമ്മൾ എന്ത് ചെയ്തത്, പേ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 10,000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, ഫുൾ സെറ്റിൽമെന്റ്. അപ്പൊ ഈ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എന്താണ്, ഒരു വരുമാനമാണ്, ഇൻകം ആയിട്ട് കാണിക്കാം അല്ലെ. അതായത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ പോകുന്നില്ല. അപ്പൊ നമുക്ക് എക്സ്ട്രാ ഇൻകം. ഓക്കെ, അതായത് നമുക്ക് എന്താണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഓക്കെ, ഇതെന്താ, ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതായത് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എന്തായിരിക്കും എൻട്രി വരിക, വാട്ട് ബി ദ എൻട്രി, എന്തായിരിക്കും എൻട്രി വരിക, മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഡെബിറ്റ്. അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് എത്രയായിരുന്നു, അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് എത്രയായിരുന്നു, പറ. നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ ചെയ്യാട്ടോ, ലൈവ് അല്ല അറിയാം. മിസ്റ്റർ എക്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയായിരുന്നു, 1,00,000. ഓക്കെ, ദെൻ എത്ര കൊടുത്തു ടു ക്യാഷ്, എത്ര കൊടുത്തു നമ്മൾ അയാൾക്ക്, 90,000. ഓക്കെ, ചടക്ക് കയറി വരുന്നുണ്ട്. ടു ക്യാഷ്. ദെൻ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്, എത്ര, 10,000. അപ്പം പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ്, പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ്, നരേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ്. ഇവിടെ നേരത്തെ മിസ്റ്റർ എക്സിന്റെ പേര് മെൻഷൻ ചെയ്തിരുന്നു, ഇവിടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓൺ ക്രെഡിറ്റ് എന്ന് കൊടുത്തിട്ടുള്ളൂ. പാർട്ടിയുടെ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, 1,00,000 രൂപ സെയിൽ പർച്ചേസ് ചെയ്തു. അപ്പം വീണ്ടും പർച്ചേസ് അക്കൗണ്ട് അസറ്റ് ഇൻക്രീസ് ആയി, ഡെബിറ്റ് ചെയ്തു. ദെൻ ക്രെഡിറ്റേഴ്സ് കോമൺ നെയിം ലയബിലിറ്റി ആണ്, ഇൻക്രീസ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. എന്തായിരിക്കും എൻട്രി,
purchase account debit to creditors amount same 1 lakh 1 lakh 1 അല്ലെ 1/1/2017. ഇനി നോക്കുക സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കുക 1st April 2017 പെയ്ഡ് ഇൻ ഫുൾ സെറ്റിൽമെന്റ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്തു 80,000 കൊടുത്ത് സെറ്റിൽ ചെയ്തു. അപ്പൊ 1 ഏപ്രിൽ അല്ലേ, ഏതാ മാസം, ഏപ്രിൽ മാസം അല്ലെ, 1/4/2017. ഓക്കെ, അപ്പം നോക്കുക എന്തായിരിക്കും വരിക, കൊടുക്കാനുള്ളത് കൊടുത്തു അല്ലെ. അപ്പൊ ക്രെഡിറ്റേഴ്സ് അറിയാം, ലയബിലിറ്റി കുറഞ്ഞു, എന്ത് ചെയ്യണം, ലയബിലിറ്റി കുറഞ്ഞ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കൊടുത്തു, അസറ്റ് ആണ്, എന്തായി, കുറഞ്ഞു, എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എത്രയായിരുന്നു കൊടുക്കാൻ ഉണ്ടായിരുന്നത്, 1 lakh, 1 ലക്ഷം കൊടുക്കാൻ ഉണ്ടായിരുന്നു. എത്ര പേ ചെയ്തു, 80,000 ആണ് പേ ചെയ്തിട്ടുള്ളത് അല്ലെ. പെയ്ഡ് എത്രയാണ്, 80,000 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 20,000 നമുക്ക് എന്തായിരിക്കും, 20,000 എന്തായിരിക്കും, ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പൊ നോക്കുക, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എന്തായിരിക്കും എൻട്രി വരിക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എമൗണ്ട് എത്രയാ വരിക, മറ്റൊരു എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് 1 lakh, ടു ക്യാഷ് എത്ര ക്യാഷ് കൊടുത്തു, 80,000, എത്ര ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു, 20,000. നരേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എന്താ നരേഷൻ കൊടുക്കുക, paid to the creditors in full settlement, paid to creditors in full settlement. Is it clear? അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഏത് പോർഷൻ കഴിയുന്നു, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ക്യാഷ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട പോർഷൻസ് കഴിയുന്നു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഈ പെട്ടി വരച്ച് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം നിങ്ങൾ ഏത് ലെവലിലേക്ക് പോയാലും, നിങ്ങൾ ഈവൻ നിങ്ങളുടെ ഡിഗ്രി ലെവൽ ആണെങ്കിലും, ഡിഗ്രിയിലേക്ക് പോയാലും പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോയാലും, അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ലോ, അതായത് അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എല്ലാ സാധനവും ഇതിന്റെ അണ്ടർ ലെവലുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു കോമൺ ലോ എല്ലാ ഐറ്റംസിനും ബാധകമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലോ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് എന്ത് ചെയ്യുക, പതിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ജനറലൈസിങ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞു തീർത്തു പോകാം, ഒരു 5-6 ട്രാൻസാക്ഷൻ മാത്രം വെച്ചുകൊണ്ട്. 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക ചാനൽ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. മറ്റേതെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണം, എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മൈസെൽഫ് അരുൺകുമാർ.